നമസ്കാരം. അപ്പൊ ഇന്ന് നമുക്കിന്ന് കോഴിക്കാർപ്പിന്റെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം. കോഴിക്കാർപ്പ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കോഴിക്കാർപ്പ് ജപ്പാനിലാണ് അതിന്റെ ഒറിജിൻ. അതൊരു നാച്ചുറലി അത് ആദ്യം അത് എഡിബിൾ ആയിട്ട് വളർത്തിയിരുന്നു. പിന്നെ അത് ഓർണമെന്റൽ. ചില മത്സ്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പല വീടുകളിലും സൂചിപ്പിച്ചതല്ല, പല മത്സ്യങ്ങളും എഡിബിൾ ആയിട്ടായിരിക്കും, ജെയിന്റ് ഡോറയൊക്കെ എഡിബിൾ ആയിട്ടായിരിക്കും ആദ്യം നമ്മൾ വളർത്തി വരുന്നത്. പിന്നെ കാലക്രമേണ അതിനെന്ത് ചെയ്യുക, അതിന്റെ ഭംഗിയും അതിന്റെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക, ഓർണമെന്റൽ ആയിട്ട് കൊണ്ടുവരുന്നത്. അതേപോലെ വന്ന ഒരു സ്പീഷീസ് ആണ് ഈ കോഴിക്കാർപ്പും. അമൂർ കാർപ്പിൽ നിന്നൊക്കെ ക്രോസ് ബ്രീഡ് ചെയ്ത് കൊണ്ടുവന്നത്. ജപ്പാനാണ് ഇതിന്റെ ഒരു മെയിൻ പ്ലേസ്. അവിടെ നിന്നാണ് ഒരുപാട് ക്രോസ് ബ്രീഡ് ചെയ്തും അല്ലെങ്കിൽ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും, അതായത് ഹസോ ഫിഷിൻസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു മീനാണ്. ലക്കി ഫിഷിന്റെ ഫാക്ടറിയിൽ വരുന്നതാണ്. ഫിഞ്ചിയൊക്കെ കോൺസെപ്റ്റ് ചെയ്ത് വളരെയധികം ഈ മീനിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇത് വളർത്തുന്നതിന്റെ നമ്മളിപ്പോൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫീഡ്, അവരുടെ കളർ വേരിയേഷൻസ്, ബ്രീഡിങ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒരു വീഡിയോയിൽ നിൽക്കും തോന്നുന്നില്ല, കുറച്ച് വീഡിയോ വരും, കാരണം കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ മീനിനെ കുറിച്ച് പറയേണ്ടിയുണ്ട്, എന്നാലേ അത് ഫിനിഷ് ആവുള്ളൂ. ഓക്കെ.